അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഓരോ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോകളിൽ ഞാൻ ഇതിൻ്റെ ആൻസർ പറയാം. ഇപ്പോഴേ ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തിൻ്റെ പേരെന്താണ്? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഈ ക്വസ്റ്റ്യൻ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ കൂടി പറയാം. എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു. ഒരു നോൺ മുസ്ലിമാണ്, മുസ്ലിം ആവണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഒരു ഫീമെയിൽ അക്കൗണ്ട് ആയിരുന്നു. നെയിം ആരതി എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ഗേൾ ആണെന്ന്. ട്രാൻസ്ജെൻഡർ ഗേൾ ആണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊരിക്കലും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് മെയിലായിട്ടാണ്. ചിലപ്പോൾ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഏജ് 19 എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർജറി ചെയ്ത് കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സിൻസിയറായിട്ടാണ് മുസ്ലിം ആവണമെന്ന് പറഞ്ഞതെങ്കിൽ, നിങ്ങളൊരു സർജറി ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സർജറി ചെയ്യരുത്. കാരണം നമ്മളെ എല്ലാവരെയും അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മനുഷ്യരെയും അള്ളാഹു ഓരോ രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അള്ളാഹു ടെസ്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഗേൾ ആവണമെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹോർമോണിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ജെൻഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ സർജറിയോ ചെയ്യരുത്. ഇനിയിപ്പോൾ നിങ്ങൾ സർജറി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച രീതിക്ക് തന്നെ ജീവിക്കണം. കാരണം അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു തരും. അള്ളാഹുവിനോട് തൗബ ചെയ്യണം ചെയ്തു പോയ തെറ്റിന്. എന്നിട്ട് നിങ്ങൾ ജനിച്ച രീതിയിൽ തന്നെ നിങ്ങൾ ജീവിക്കണം. മുസ്ലിം ആവണമെന്ന് എനിക്ക് മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഓരോരുത്തർക്കും ജീവിക്കാൻ അവരുടേതായ വഴിയുണ്ട്. അതൊക്കെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഫ്രീഡമാണ്. മുസ്ലിം എന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കുറേ അഡ്വൈസ് വേണമെങ്കിൽ ഒരുപാട് മെയിൽ സ്കോളേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരടുത്തൊക്കെ അഡ്വൈസ് ചോദിക്കാം. ഇനി ഒരിക്കലും നിങ്ങൾ ഗേൾ ആണെന്ന് പറഞ്ഞ് ഒരു ഫീമെയിലിന് മെസ്സേജ് അയക്കരുത്. കാരണം നിങ്ങൾ ട്രാൻസ്ജെൻഡർ ഗേൾ ആണെങ്കിലും നിങ്ങൾ ശരിക്കും ഒരു മെയിൽ തന്നെയാണ്. ഇനി നമുക്ക് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളിൽ പലരുടെയും മനസ്സിൽ വരുന്നതായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ചിലപ്പോൾ അള്ളാഹു എന്നെയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ എന്നായിരിക്കും. ഇത് തന്നെ ഒരു അടയാളമാണ് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിനുള്ള. ഇനി ഞാൻ ഓരോ പോയിൻ്റായിട്ട് ഓരോ അടയാളങ്ങളും പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അള്ളാഹു നിങ്ങളെ കൊണ്ട് സ്നേഹിപ്പിക്കും. നിങ്ങൾക്ക് ഇസ്ലാമിലോട്ട് അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുമായിട്ട്, പിന്നെ നിങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് അറിവുകൾ തരുന്ന ആൾക്കാരുമായിട്ട് അള്ളാഹു നിങ്ങളെ കൊണ്ട് സ്നേഹിപ്പിക്കും. സ്വഹീഹ് അൽ ബുഖാരിയിലെ ഹദീസ് 6040 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു ഒരു ദാസനെ സ്നേഹിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വിളിച്ചു പറയുന്നു, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, നീയും അവനെ സ്നേഹിക്കൂ. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അവനെ സ്നേഹിക്കും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗവാസികളോട് പറയും, അള്ളാഹു അവനെ സ്നേഹിക്കുന്നു, നിങ്ങളും അവനെ സ്നേഹിക്കൂ. അപ്പോൾ സ്വർഗവാസികൾ എല്ലാവരും അവനെ സ്നേഹിക്കും. പിന്നെ ഭൂമിയിലെ എല്ലാവരും അവനെ സ്വീകരിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെ എൻജോയ്മെൻറ്റിന് വേണ്ടി ഓരോ തെറ്റുകൾ ചെയ്യും. പക്ഷേ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കുറ്റബോധമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പുറമേ ചിരിക്കും, പക്ഷേ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധമോ സങ്കടമോ വിഷമോ ആ ചെയ്തു പോയതിൻ്റെ പേരിൽ തോന്നിപ്പിക്കും അള്ളാഹു. എത്രയോ പേർക്ക് തെറ്റുകൾ ചെയ്തിട്ട് കുറ്റബോധം വരുന്നില്ല. പക്ഷേ അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് തരുന്നു. കാരണം അള്ളാഹു നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന് ഒരിക്കലും നിങ്ങൾക്ക് ശിക്ഷ തരണമെന്ന ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു കുറ്റബോധത്തിലൂടെ നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള ഒരു വഴിയാണ് കൊണ്ട് തരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതോ നിങ്ങൾ സ്നേഹിക്കുന്നതോ ആയ കാര്യങ്ങൾ അള്ളാഹു എപ്പോഴും നിങ്ങൾക്ക് തരുന്നില്ല. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദോഷം വരുത്തുന്നതും നിങ്ങൾ വെറുക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരുത്തുന്നതുമായിരിക്കും. സൂറത്തുൽ ബഖറയിലെ 216 ആയത്തിൽ അള്ളാഹു ഇത് പറയുന്നുണ്ട്. അടുത്ത അടയാളം എന്ന് പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾക്ക് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കും. കാരണം അള്ളാഹു ഒരാൾക്ക് പരീക്ഷണം കൊടുക്കുന്നത് ഒരിക്കലും അവനെ ശിക്ഷിക്കാനല്ല. ഒരാൾ ഈ ലോകത്ത് എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നോ അത്രയും
തെറ്റുകൾ അയാളുടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ തെറ്റുകളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് എപ്പോഴും പരീക്ഷണങ്ങൾ തരുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അള്ളാഹു നമുക്ക് ഒരുപാട് ചാൻസുകൾ തരും. നമ്മളിൽ പലരും അള്ളാഹുവിൻ്റെ അടുത്ത് ഇനി തെറ്റുകൾ ചെയ്യൂല, കറക്റ്റായിട്ട് നിസ്കരിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയും നിസ്കാരങ്ങൾ മുടക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന ഓരോ സെക്കൻഡും നമുക്ക് തൗബ ചെയ്യാനുള്ള ഓരോ ചാൻസുകളാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ ഓരോ സെക്കൻഡും അള്ളാഹു നമുക്ക് തരുന്ന ഓരോ ചാൻസാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ നമ്മളെ റൂഹ് തെറ്റ് ചെയ്യുമ്പോൾ തന്നെ പിടിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹു നമുക്ക് ഓരോ അവസരങ്ങൾ തരുന്നു. നമ്മളെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. ആറാമത്തെ കാര്യമെന്ന് പറയുന്നത്, അള്ളാഹു നമ്മളെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കും ഓരോ തെറ്റിനും. നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അതൊക്കെ അള്ളാഹുവിൻ്റെ സ്നേഹമാണ്. അള്ളാഹുവിന് നമ്മളടുത്ത് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്ത ശേഷവും നമുക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് തരുന്നത്. ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് എളുപ്പമാക്കി തരും അള്ളാഹു. നമുക്ക് ഒരു പേജ് ഖുർആൻ ഓതാൻ തോന്നുന്നു, നമുക്ക് മടിയില്ലാതെ നിസ്കരിക്കാൻ പറ്റുന്നു, നമുക്ക് ചിലപ്പോൾ വഴിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ തോന്നുന്നു. ഇതൊക്കെ നമുക്ക് അള്ളാഹു തരുന്ന മനസ്സ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനൊക്കെ മനസ്സ് വരുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നോൺ മുസ്ലിംസൊക്കെ ഉണ്ടായിരിക്കും. അവർ വിചാരിക്കും അള്ളാഹു നമ്മളെയും സ്നേഹിക്കുമോ എന്ന്. നിങ്ങളെയും അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും. ഇനി ഞാൻ സൂറത്തുൻ നസറിനെ കുറിച്ച് പറയാം. ഖുർആനിലെ 110-ാമത്തെ സൂറത്താണ് സൂറത്തുൻ നസർ. ഇതിന് 3 ആയത്തുകളാണ് ഉള്ളത്. മദീനയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടടുത്ത് ഇറക്കപ്പെട്ട സൂറത്താണ്. ഈ സൂറത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു, എത്ര വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാനും മറക്കരുത് എന്ന്. ഇനി ഓരോ ആയത്തിൻ്റെയും അർത്ഥം നോക്കാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ, ജനങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു കാന തവ്വാബ, നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇനി ഈ സൂറത്തിനെ കുറിച്ച് ഹദീസിൽ പറയുന്നത് നോക്കാം. ജാമിഅ തിർമിദി 3362 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ അടയാളമാണെന്ന്. പിന്നെ സ്വഹീഹ് അൽ ബുഖാരി 4967 ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഉഫ്ർലി എന്ന് പറയാതെ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ലെന്ന്. ഈ സൂറത്തിലൂടെ നമ്മൾ തീരുമാനിക്കേണ്ടത്, ഏത് സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.